ഹലോ നമസ്കാരം, ഞാൻ ക്യാപ്റ്റൻ ശരത്ലാൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടായിരുന്നു കട്ട് ചെയ്തിരുന്നത്. അതായത് ഗെയിൽ വഴി, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഗെയിൽ വഴി അല്ലെങ്കിൽ പൈപ്പ് ലൈൻ വഴി കിട്ടുന്ന ഗ്യാസിന് പ്രത്യേകിച്ച് ഷോർട്ടേജ് ഒന്നും ഇല്ല എന്ന് പറയുന്നത്. അപ്പം എന്താണ് ഈ ഗെയിൽ വഴി? ഗെയിൽ എന്ന് പറഞ്ഞ ഒരു സപ്ലയർ മാത്രമാണ്. പൈപ്പ് ലൈൻ വഴി വരുന്ന ഗ്യാസ് എന്ന് നോക്കിയാലോ, നമ്മുടെ വീട്ടിൽ സിലിണ്ടർ ആയിട്ട് വരുന്ന ഗ്യാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ LPG ആണ്, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. അത് ബ്യൂട്ടെയിൻ പ്രൊപ്പെയിൻ മിക്സ്ചർ ആണ് ഇൻ ലിക്വിഡ് ഫോം. പക്ഷെ നമ്മൾ ഈ സാധനം അല്ല നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ മറ്റ് പൈപ്പ് ലൈൻ വഴി വീടുകളിലേക്കും മറ്റ് സ്ഥാപനങ്ങളിലേക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് PNG എന്ന് പറയും, പൈപ്പ് ലൈൻ നാച്ചുറൽ ഗ്യാസ്. അതാണ് ഈ ഒരു PNGയുടെ കണ്ടന്റ് ബ്യൂട്ടെയിൻ പ്രൊപ്പെയിൻ അല്ല, അത് മീഥൈൻ ആണ്. ശരിക്കും മീഥൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് എന്ന് പറയും. അതായത് ഈ ഒരു മീഥൈനെ ലിക്വിഫൈഡ് ഫോമിലാക്കി കഴിഞ്ഞാൽ അതിന്റെ ബോയിലിംഗ് പോയിന്റ് വരുന്നത് -162 ഡിഗ്രീസ് ആണ്. അപ്പം നമ്മുടെ ബ്യൂട്ടെയിൻ പ്രൊപ്പെയിൻ ഒക്കെ -42 -0.5 ഡിഗ്രീസ് ഉള്ള പകരം -162. അപ്പോൾ ആലോചിച്ചറിയാം, -162 എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ അത്രയും ചൂടിനേക്കാൾ ഭയങ്കരമായ തണുപ്പായിരിക്കും -162. നോർമൽ സ്റ്റീൽ മെറ്റീരിയലിലേക്ക് എവിടേക്കും കംപ്ലീറ്റ്ലി ഡാമേജ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ള ഒരു ടെമ്പറേച്ചറാണ് -160. അതാണ് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. അതിനെയാണ് നമ്മുടെ LNG ഷിപ്പുകൾ വഴിയാണ് അതിനെ കൊണ്ടുവരുന്നത്. ഈ ഒരു ബ്യൂട്ടെയിൻ പ്രൊപ്പെയിൻ നമ്മൾ LPG ഷിപ്പുകൾ വഴി കൊണ്ടുവരികയാണെങ്കിൽ ഈ മീഥൈനെ ലിക്വിഡ് ഫോമിൽ LNG ഷിപ്പുകൾ വഴി കൊണ്ടുവരുന്നു. ആ ഒരു ഗ്യാസിനെ പിന്നീട് ഗ്യാസ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് PNG ആക്കിയിട്ട് മാറ്റുന്നത്. ആ ഒരു PNG ആണ് നമുക്ക് വീടുകളിലും മറ്റു സ്ഥലങ്ങളിലും പൈപ്പ് ലൈൻ വഴി കിട്ടുന്നത്. അതാണ് നമ്മുടെ ബ്യൂട്ടെയിൻ പ്രൊപ്പെയിൻ പിന്നെ ഈ PNG ആയിട്ടുള്ള ഡിഫറൻസ്. ഇങ്ങനെ ഒരു ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ലിക്വിഡ് ഫോമിൽ കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വോളിയം കുറയ്ക്കാൻ വേണ്ടി. ഗ്യാസ് ഫോമിലേക്ക് ആകുമ്പോൾ വലിയൊരു വോളിയം വരും, പക്ഷേ ലിക്വിഡ് ഫോമിലാകുമ്പോൾ ഓൾമോസ്റ്റ് 600 ടൈംസ് കുറഞ്ഞ വോളിയം മതിയാണ്. ഒരു വലിയൊരു LNG ഷിപ്പ് നമുക്ക് എവിടെയുള്ള ഒരു LNG ഷിപ്പാണെങ്കിൽ ഓൾമോസ്റ്റ് 1.5 lakh ക്യൂബിക്സ് വരെ ഒരു LNG ഷിപ്പിന് LNG കൊണ്ടുവരാൻ കഴിയും. സെയിം ടൈം ഒരു LPG ആകുമ്പോൾ അത് ഒരു 80,000 ക്യൂബിക്സ് അല്ലെങ്കിൽ ഒരു 45,000 to 50,000 ടണ്ണ് മാത്രമാണ് LPG കൊണ്ടുവരാൻ കഴിയുന്നത്. പിന്നെ എന്തുകൊണ്ട് ഇത് ഷോർട്ടേജ് വരുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൈപ്പ് ലൈൻ ശൃംഖല ഭയങ്കര ക്ലോസ്ഡ് ആണ്, കണക്റ്റഡ് ആണ്. ഓൾമോസ്റ്റ് നമ്മുടെ ഓൾ പാർട്സ് ഓഫ് ദ ഇന്ത്യ ആയിട്ട്, ഇപ്പം കൊച്ചിനായിട്ടായാലും മാംഗ്ലൂർ ആയിട്ടായാലും ഗുജറാത്ത് ആയിട്ടായാലും ഒക്കെ തന്നെ പൈപ്പ് ലൈൻസ് കണക്റ്റഡ് ആണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ കുറച്ചുകൂടി ഈസിയാണ്. മറ്റും നമ്മുടെ LPG എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാംഗ്ലൂർ വരുന്നത് ഇത്ര ഒരു ഏരിയയിലേക്ക്, കൊച്ചിയിൽ വരുന്നത് ഇത്ര ഒരു ഏരിയയിലേക്കാണ്. ട്രാൻസ്പോർട്ടേഷൻ ബൈ റോഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഡിലേസ്, പിന്നെ സ്റ്റോറേജ് കപ്പാസിറ്റി ഡിലേസ്. ഈ ഒരു സംഭവം കുറച്ചുകൂടി സ്ട്രീം ലൈൻ ആയതുകൊണ്ടും അത് കൂടാതെ LNGs ഗൾഫിൽ നിന്ന് മാത്രമല്ലാതെ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും US നിന്നും മറ്റും പണ്ട് മുതലേ വരുന്നതുകൊണ്ട് ഓൾറെഡി സ്ട്രീം ലൈൻഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സംഭവമാണ് പൈപ്പ് ലൈൻ നാച്ചുറൽ ഗ്യാസ് വരുന്നത്. അതുകൊണ്ടാണ് ഇപ്പം AS of now ഇത്തരം സിറ്റുവേഷൻ വന്നിട്ടും നമുക്ക് PNG പൈപ്പ് ലൈൻ വഴി വരുന്ന ഗ്യാസിൽ ഈ ഒരു ബോട്ടിൽഡ് ഗ്യാസിന്റെ അത്ര ഷോർട്ടേജ് അനുഭവപ്പെടാതെ. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ മുന്നോട്ട് പോവുകയാണെങ്കിൽ LPG വരുന്ന ആ ഒരു സിറ്റുവേഷൻ PNGയിലും വരാവുന്നതേ ഉള്ളൂ. ഗ്യാസ് കൺസംഷൻ PNG ആയാലും ബോട്ടിൽഡ് ആയാലും കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യും.